എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നോക്കാം. വളരെ സിമ്പിളായിട്ട് നല്ലൊരു തിളക്കം കിട്ടുന്ന ക്ലീനിങ് മെത്തേഡാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ക്ലീൻ ചെയ്യുന്നത് വീട്ടിലെ കട്ടിൽ, മേശ, കസേരകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫർണിച്ചറുകളുള്ള വീടാണെങ്കിൽ നിങ്ങൾ ഫർണിച്ചറുകൾ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മുറികളിലെ ഫർണിച്ചറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. അല്ല, നോർമലായിട്ട് ഒത്തിരി അധികം ഫർണിച്ചറുകൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡിൽ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിൽ വെക്കാറുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ എടുത്തു മാറ്റുക. അതിനുശേഷം നമുക്ക് ക്ലീനിങ് പരിപാടി തുടങ്ങാം. അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വുഡ് പോളിഷ് ചെയ്യാനുള്ള സൊല്യൂഷനാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ആ സൊല്യൂഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് കാണിക്കുന്നില്ല. ഒലിവ് ഓയിലും വിനാഗിരിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സൊല്യൂഷനാണ്. അപ്പോൾ ആ സൊല്യൂഷൻ കൊണ്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫർണിച്ചറുകൾക്ക് നല്ലൊരു തിളക്കം കിട്ടും. മരത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ ഒരു നല്ല ഷൈനിങ്ങോടെ അതിരിക്കും. അപ്പം ഞാൻ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ആ സൊല്യൂഷൻ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മേശയോ കസേരയോ ഒക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ഫർണിച്ചറുകളെല്ലാം തുടച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ക്ലീനായി കിട്ടും. മാത്രമല്ല കുറച്ച് നന്നായിട്ട് അഴുക്ക് പോകാനും ഒക്കെ നല്ലത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തുകളാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ നമ്മുടെ മേശയുടെ മുകൾ ഭാഗമൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. മേശയുടെ മുകൾ ഭാഗത്തൊന്നും അങ്ങനെ അഴുക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെപ്പോഴും അത് ക്ലീൻ ചെയ്യുന്നതാണല്ലോ. പ്രത്യേകിച്ച് അഴുക്കുകളൊക്കെ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മേശയുടെ കാല് അല്ലെങ്കിൽ അടിഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒരു പശപ്പശപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതത്ര സുഖമായിട്ട് വരില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്ത് നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഒലിവ് ഓയിലിന് അത്ര ആ ഒരു എഫക്റ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ. എന്നാലും വലിയ പ്രശ്നമില്ല. ഒരു 90% നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫർണിച്ചറുകൾ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ കസേരകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കസേരയുടെ ഇടയിലൊക്കെ അഴുക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പൊടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അഴുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളും പൊടികളും എല്ലാം നന്നായിട്ട് പോകുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കുഷ്യനുകളിലെ പൊടിയൊന്ന് തട്ടിയെടുക്കുന്നേ ഉള്ളൂ. കുഷ്യൻ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നില്ല. കാരണം നനഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ വാക്യൂം ക്ലീനറൊക്കെ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് കുഷ്യനുകളുള്ള സെറ്റി സോഫ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ വീട്ടിൽ പ്ലാസ്റ്റിക് കസേരകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക. കസേരകളുടെ സൈഡിൽ കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അഴുക്കുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ പ്ലാസ്റ്റിക് കസേരകളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സൊല്യൂഷൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. വെറുതെ വെള്ളം ഒഴിച്ച് തുടച്ചെടുത്താലും മതി. വെള്ളത്തിൽ മുക്കിയൊരു തുണി വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിലും നല്ല എഫക്റ്റ് കിട്ടും. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സൊല്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കട്ടിലുകളാണ്. അപ്പോൾ കട്ടിലുകളിലും ആ കട്ടിലുകളുടെ താഴെ ഭാഗത്തായിട്ട് അതിൻ്റെ കാലൊക്കെ വരുന്ന ഭാഗത്തായിട്ട് അത്യാവശ്യം പൊടിയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിലുകളും പൊടിയൊക്കെ തട്ടി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി കട്ടിലുകൾ, അതായത് ഒരു 5-6 കട്ടിലുകൾ, അതുപോലെ ഒത്തിരി ഫർണിച്ചറൊക്കെ ഉള്ള വലിയ കുടുംബമൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒത്തിരി ടയേർഡാവും. അതേ സമയത്ത് ഒരു ചെറിയ കുടുംബമൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 കട്ടിലൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 3 കട്ടിൽ ക്ലീൻ ചെയ്യുക. പിന്നെ ഡൈനിങ് ടേബിൾ, അതിൻ്റെ ചെയർസ്, പിന്നെ സെറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അധികം ആയാസം വരില്ല. അതേ സമയത്ത് വലിയ കൂട്ടുകുടുംബമാണ്, അതുപോലെ ഒത്തിരി മുറികളുണ്ട്, ഒത്തിരി ഫർണിച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടാസ്ക് കുറച്ച് നീണ്ടു പോകുന്നേ ഉള്ളൂ, പക്ഷേ അത്രയധികം ബുദ്ധിമുട്ട് വരില്ല. അപ്പം ഞാൻ ഈ ഫർണിച്ചറുകളും എല്ലാ കട്ടിലുകളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് 1 മണിക്കൂർ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ മൊത്തം 3 കട്ടിലാണുള്ളത്. 3 കട്ടിൽ, പിന്നെ ഡൈനിങ് ടേബിൾ, ചെറിയൊരു സെറ്റി, കസേരകൾ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഫർണിച്ചർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ക്ലീൻ ചെയ്യാനായിട്ട് 1 മണിക്കൂർ സമയമാണ് എടുത്തത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ വുഡൻ പോളിഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. പിന്നെ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ്
പ്ലാസ്റ്റിക് കസേരകളൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.